ഹായ് വെൽക്കം ടു ഡിവൈൻ ഡ്രോപ്സ്. ഇന്ന് ഡോളിഷിൻ്റെയും ടിമോത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്ലേസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ സ്ഥലത്തൂടെ നടക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു 4 o'clock ഞങ്ങൾ നടക്കാൻ പോയിട്ട് ഒരു 6-7 ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിച്ച് നടപ്പ് ആരംഭിക്കുകയാണ്. ചെറിയൊരു ഹിൽ സൈഡാണ്. ഈ ഡിവോൺ എന്ന് പറഞ്ഞ പ്ലേസ് ഓൾറെഡി ഒരു ഹില്ലായിട്ടുള്ളൊരു ഏരിയ ആണ്. മൗണ്ടൻസൊക്കെ ധാരാളം ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇവിടെ ഒരു ചെറുതായിട്ടൊരു ജിയോഗ്രാഫിക്കൽ ഫീൽഡ് ഗൈഡ് ഇടുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഈ സ്ഥലം വരാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ സ്കെച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പം ഈ ഹിൽ സൈഡ് ഏരിയ ആക്ച്വലി ഓവർലുക്കിംഗ് ദ സീ ബിറ്റ്വീൻ ടിമൗത്ത് ആൻഡ് ഡോളിഷ്. ഞാൻ ഈ പോകുന്ന സ്ഥലം ഡോളിഷിൽ നിന്ന് ടിമൗത്തിലോട്ട് ജസ്റ്റ് വാക്ക് ചെയ്യുകയാണ്. ഈ വരുന്ന ഇടയ്ക്ക് നല്ല ഫ്ലവേഴ്സ്, സമ്മർ ടൈം ആയതുകൊണ്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവറിൻ്റെ പേര് ഡെയ്സി എന്നാണ്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ നെറ്റിൽ നോക്കി കണ്ടുപിടിച്ചാണ്. ഇത് നമ്മുടെ ഈ സൂര്യകാന്തി പൂ പോലെ അതിൻ്റെ പല പല കളറുകളുണ്ട്. എനിക്ക് വൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ഫോട്ടോയും വീഡിയോയൊക്കെ എൻ്റെ ചുറ്റും നിന്ന് എടുക്കുകയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇന്ന് ഈ വഴിയിലൂടെ പോകുമ്പം നടന്ന് ഡോളിഷിൽ നിന്ന് ഞാൻ ടിമൗത്തിലോട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് പ്ലേസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. മൊത്തം എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഏകദേശം ടിമൗത്തിൽ നിന്ന് ഡോളിഷിലോട്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്ത് നടക്കണമെങ്കിൽ 5.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്രയും ഞാൻ നടക്കുന്നില്ല. കുറച്ച് സ്ഥലം മാത്രം കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഈ സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ഈ സൺലൈറ്റൂടെ ഒക്കെ ഒന്ന് അടിക്കുമ്പോഴത്തേന് പിന്നെ ഒരു ചെറിയൊരു ഇളം തണുപ്പും ആക്ച്വലി ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പം ഹോളക്കോം എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ചെല്ലും. അതിൻ്റെ ഒരു മണ്ടയ്ക്കുള്ള വ്യൂ ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. പക്ഷെ ഞാൻ അവിടെ മൊത്തം ഇന്ന് നടക്കുന്നില്ല. തിരിച്ചു പോരും. കാരണം അല്ലെങ്കിൽ നേരത്തെ തന്നെ നടക്കാൻ പോകണമായിരുന്നു. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഹോളക്കോം വില്ലേജിൽ എത്തുവാണെങ്കിൽ അവിടെ ചർച്ചും അതുപോലെ തന്നെ ഹോട്ടൽസും ഒക്കെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കോസ്റ്റൽ ഏരിയ ആണ്. ഫുട്പാത്ത് ഉണ്ട് നടക്കാൻ. അതിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്ന് പോകുന്നത്. എനിക്ക് ഈ ഫ്ലവർ ഉണ്ടല്ലോ, എനിക്ക് കണ്ടിട്ടൊരു രക്ഷയില്ല. എനിക്ക് ഇതിൻ്റെ അടുക്ക് നിന്ന് ഫോട്ടോ എടുത്ത് ഞാൻ തകർക്കുവാണ്. ഇനി നമ്മൾ പോയിട്ട് ഒരു മല കടക്കണം. ഒരു ചെറിയൊരു മലയാണ്. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഒരു ടണലുണ്ട് ഇതിൻ്റെ അടിയിൽ, ഈ മലയുടെ അടിയിൽ. അപ്പം അതിലൂടെ ട്രെയിൻ അതിലൂടെ പാസ് ചെയ്താണ് ഡോളിഷിൽ നിന്ന് ടിമോത്തിൽ നിന്ന് ഡോളിഷിലോട്ടും വരുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ടണലുണ്ട്. പിന്നെ സീ സൈഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് നടക്കാൻ, നല്ല രസമാണ്. അതുപോലെ ഈ മൗണ്ടനിൽ ധാരാളം ആട് മേയുന്നുണ്ട്, ചെമ്മരിയാടുകളൊക്കെ. അപ്പം ഞങ്ങളീ പോകുന്ന വഴിക്ക് ഒത്തിരി റാബിറ്റിനെ കണ്ടു കേട്ടോ. കാട്ടുമുയലാണെന്നാണ് തോന്നുന്നത്. ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ല. അവന്മാർ നല്ല ഭയങ്കര സ്പീഡിൽ വെട്ടിച്ച് ഓടുമായിരുന്നു. പക്ഷെ എങ്കിലും നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ആടൊക്കെ മേയുന്നതിനെ കണ്ടു. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നടക്കുമ്പം അതുങ്ങൾ ഭയങ്കര കരച്ചിൽ. പിന്നെ ഞങ്ങൾ സംസാരമൊന്നും അധികം സംസാരിക്കാതെ പെയ്യെ നടന്ന് മുമ്പോട്ട് പോയി. നമുക്കപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഫുട്പാത്തുണ്ട്. നല്ല സ്റ്റെപ്സ് അവിടെ ഉണ്ട്. അതിലൂടെ പിടിച്ച് മണ്ടയ്ക്ക് കയറി. ആദ്യം കയറുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. കാരണം ഇത് നല്ല കുത്തനെയായിട്ടാണ് ഈ മല നമുക്ക് പാസ് ചെയ്യാനുള്ളത്. പക്ഷേ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ ചെടികൾ ധാരാളം ഉണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറുകളും എല്ലാം ഇതിൻ്റെ സൈഡിലുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ഇതുപോലെ നടക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ. ഒരുപാട് സ്ഥലം ഈ ഡോളിഷിൽ എത്തിയാൽ തന്നെ ഒരുപാട് അതിൻ്റെ സറൗണ്ടിങ്സ് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇത് വേസ്റ്റ് ആവത്തില്ല. എന്തായാലും നിങ്ങളുടെ വെക്കേഷൻ എന്തായാലും ഡോളിഷ്
ചൂസ് ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഈ സ്റ്റെപ്പ് നമ്മൾ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഹോളക്കോം വില്ലേജ് കാണാൻ പറ്റും. പക്ഷെ എൻ്റെ അവിടെ നിന്ന് ഞാൻ ഇന്ന് അവിടെ മൊത്തം നടക്കുന്നില്ല. പക്ഷേ ഇനി പോകുമ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കും ആട് അവിടെ മേയുന്നത്. കുറേ ആടുകളുണ്ട്. പിന്നീട് അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പം പക്ഷെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ സ്റ്റോമി വെതർ ഉള്ള സമയത്ത് ഈ വഴിയൊന്നും വരരുത്. ഇതാണ് ബെസ്റ്റ് ടൈം, സമ്മർ ടൈം ആണെങ്കിൽ ഏറ്റവും നല്ല ടൈം നമുക്ക് നടക്കാനായിട്ട്. പിന്നെ 2 വേയിൽ നമുക്ക് നടക്കാൻ പറ്റും. ഒന്ന് സീ വോളിൻ്റെ സൈഡിൽ കൂടെ നടക്കാം, എലോങ് ദി സീ വോള്, അല്ലെങ്കിൽ നമുക്ക് മെയിൻ റോഡിൽ കൂടെ ഫുട്പാത്തിലൂടെ കയറി ഈ സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പം ജസ്റ്റ് നല്ല അമേസിങ് ആയിട്ടുള്ള സ്ഥലമാണ്. നടക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരണം. ഇതിൻ്റെ ഒരു വ്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഇതിലേ നടന്ന് ആ മല കവർ ചെയ്ത് മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ എൻ്റെ ഫോണിന് അത്ര ചാർജ് പോരാ. എനിവേ ഇന്ന് ഫുള്ളും നടക്കുന്നില്ല. വീണ്ടും ഇതിലേ വന്നിട്ട് ഞാൻ ഈ ഫോട്ടോസൊക്കെ വീണ്ടും ബാലൻസ് ഞാൻ എടുക്കാത്ത ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ കുറേ മൊയിലുകളെ കാണാൻ പറ്റി. കുറേ ഉണ്ടായിരുന്നു ചാര കളറിലുള്ളത്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നമ്മൾ വിചാരിക്കും നമുക്ക് ഇപ്പോൾ പിടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒന്നും നടക്കത്തില്ല. എനിവേ പിന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം ആർക്കെങ്കിലും വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഡോളിഷിൻ്റെയും ടിമോത്തിൻ്റെയും ഇടയ്ക്കിലുള്ളൊരു സ്ഥലമാണ്. ശരി, ബായ്.